നമുക്ക് പിന്നത്തെ വിട്ട് നോക്കാം ഗൈസ്. എടുത്തിട്ട് നോക്കാൻ വേണ്ടി ഒത്തിരി ഒരു പീസാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ബെൻഡാവുന്ന പോർഷൻ വേണം എടുക്കാൻ. എന്നിട്ട് ഇതേപോലെ ആദ്യം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എഡ്ജ് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണം. ചരിച്ച് കട്ട് ചെയ്യുക. ചരിച്ച് അതേപോലെ ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ റെഡ് ലൈൻ വരച്ചേക്കുന്നോട്ട് കട്ട് ചെയ്തെടുക്കുക. കൃത്യമായിട്ട് ഒരു കർവ് പോലുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ സ്ഥലത്തായിട്ട് നമുക്കത് ഒട്ടിക്കണം. ഇതേപോലെ ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ചിലപ്പോൾ തെറ്റിപ്പോവും. എന്നിട്ടിങ്ങനെ ഒട്ടിക്കണം. കേസപ്പ് ഒട്ടിച്ചിട്ട് വേണം. കേസപ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് പൊട്ടി വർക്ക് ചെയ്യാനുണ്ട്. അതോടെ ചെയ്താലേ അത് സെറ്റ് ലുക്കാവത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു പീസ് വെച്ചേക്കുന്നോട്ട് ഒരു ഷേപ്പേ ഉള്ളൂ. കേസപ്പ് അടുത്തായിട്ട് നമുക്ക് സ്റ്റെപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പിൻ്റെ ബേസാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇതാണ് ബേസ് വരുന്നത്. ഇവിടെ ഒരു ഇങ്ങനെ വരും. അതേപോലെ ഈ സൈഡിൽ അതേപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരും. ഇങ്ങനെ ഇത്രയും പീസാണ് വരുന്നത്. ബേസ് ഇങ്ങനെ ഒട്ടിക്കണം. ഇത് അപ്പം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബേസ് ഫുള്ള് ഒട്ടിച്ച് 4 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് ഒട്ടിക്കണം. ഞാൻ ഫോട്ടോ നോക്കട്ടെ ഗൈസ് എങ്ങനെ കാര്യങ്ങൾ. ഗൈസ് അപ്പോൾ അടുത്തായിട്ട് സ്റ്റെപ്പ് വേണം. അപ്പോൾ സ്റ്റെപ്പ് പണിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ഷേപ്പുള്ള ഒരു ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഫോം ഷീറ്റ്. ഗൈസ് നിങ്ങളപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ക്രോസ് ഇട്ട് വെക്കുക. സ്റ്റെപ്പിലായാലും പ്ലാറ്റ്ഫോമിലായാലും. അല്ല പിന്നെ ഞാൻ ഇട്ടതാണ്, ഇപ്പോൾ ഇട്ടതാണ്. ഇനി ഇത് 1.5 ഹൈറ്റിൽ 1.5 ഹൈറ്റിൽ ഇങ്ങനെ സ്റ്റെപ്പ് സെറ്റപ്പ് ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം സ്റ്റെപ്പിന് ടോട്ടൽ ഹൈറ്റിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും എത്ര ഹൈറ്റിൽ ഓരോ സ്റ്റെപ്പ് വരണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുക്കുക. അപ്പോൾ അതോടെ കൊടുത്തിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഉണ്ട്. ഇതേപോലെയൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ മറ്റേ ഡോറിൻ്റെ സിസ്റ്റം ഇങ്ങനെ വരുന്നത്. ഇതിലിങ്ങനെ കമ്പി പോലെ വന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് സ്ലൈഡിങ് ആവുന്ന ഡോറ്. ഗൈസ് അപ്പോൾ അത് ഒട്ടിച്ചു. സ്റ്റെപ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിൽ നമുക്ക് പെയിൻ്റ് അടിക്കണത്. പിന്നെ പിടിച്ചാൽ മതി. അടുത്തായിട്ട് ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഫോക്കസോട്ട് അടുത്തായിട്ട് ഇടുന്ന വെച്ചാൽ ഇവിടെ ഒരു പൊന്തിയിട്ടൊരു പോർഷൻ ഉണ്ടല്ലോ, ആ സെറ്റപ്പ് ചെയ്യണം. ഗൈസ് അപ്പോൾ സെറ്റ് ചെയ്യാം. ഗൈസ് ഇതേ വെള്ളം സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് നമ്മളിവിടെ വെക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നോക്കട്ടെ. ഇപ്പോൾ ഓക്കെ ഗൈസ് നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാബിനിൽ അത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഡോർ സെറ്റപ്പ് ചെയ്യണം. ഗൈസ് നമുക്ക് ഡ്രൈവറിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടത് ഒരു ടേപ്പാണ്. ഇപ്പോൾ ഫസ്റ്റ് ടേപ്പ് ചെയ്ത് ഒട്ടിക്കുക. എന്നിട്ട് ടേപ്പ് കട്ട് ചെയ്തെടുക്കുക. നല്ല ഗൈസ് വരുന്നു. കട്ട് ചെയ്തെടുക്കുക.
എന്നിട്ട് നേരെ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്താൽ ഒരു ഗ്യാപ്പ് നമുക്ക് മാറ്റണം. എന്നിട്ട് ബാക്കി കൊണ്ടേ കൊടുത്ത് ഇതേ ഒട്ടിക്കുക. ഒട്ടിക്കാതെ നല്ലപോലെ മുറുക്കുന്ന ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരും ഗൈസ്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം. മുറിച്ചില്ല ഗൈസ്. ഗൈസ് ഇതാണ് എൻ്റെ ഡോറിൻ്റെ സിസ്റ്റം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് അടയ്ക്കാൻ തുറക്കുകയും ചെയ്യാൻ പറ്റുന്ന മോഡൽ. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ ഡോർ ഇങ്ങനെ വന്ന് ക്ലോസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയുള്ളൊരു ബീഡിങ് കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവസാനം സെറ്റ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഈ ഡോർ പാസഞ്ചർ ഡോർ സെറ്റ് ചെയ്യുന്നതാണ് വെച്ചാൽ ടാസ്ക് ഗൈസ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഹൈറ്റും ലെങ്തും കുറച്ചൊന്ന് കുറയ്ക്കണം. പൊടിക്ക് കുറച്ചാൽ മതി, ഓവറായിട്ട് കുറയ്ക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ വെച്ചാൽ കുറയ്ക്കുക. കാണുന്നുണ്ടോ? ഇതേപോലെ ഈ സൈഡിൽ കുറച്ച് കുറയ്ക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത് ഇൻസൈഡിലോട്ട് പോകുന്ന ഡോറല്ലേ, ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇത്ര ഗ്യാപ്പ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാകും. അത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ അവിടെ ചെറിയ ഗ്യാപ്പ് നമുക്ക് അവിടെ അത് സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ ഗൈസ് ഡോറിൻ്റെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് PVC ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ള PVC എടുക്കുക. അപ്പോൾ PVC ടേപ്പ് നമ്മളിതുപോലെ എന്താ ഹീറ്റ് ചെയ്തത് ലെവലാക്കി എടുത്ത് കട്ട് ചെയ്ത് ഹീറ്റ് ചെയ്ത്. ഗൈസ് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഡോറിൻ്റെ മെക്കാനിക്സ് എങ്ങനെ ചെയ്യുന്നുള്ളത്. പിന്നെ അതിൻ്റെ റഫ് ഒരു ഇമേജ് ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ് നമ്മൾ ഡോറിൻ്റെ സൈഡ് ഭാഗം എന്ന് വിചാരിക്കുക. സൈഡ് പോർഷൻ സൈഡിൽ നിന്ന് കാണുമ്പോഴേക്ക് അപ്പം ഇങ്ങനെ 2 PVC ഇങ്ങനെ വരും. ഇതേപോലെ ടോപ്പിലും ബോട്ടം പോർഷനിലും ഇങ്ങനെ 2 PVC വരും. എന്നിട്ട് അതിലെ നമ്മളിങ്ങനെ മുട്ട സൂചി ഇറക്കും രണ്ടിലും കൂടെ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളൊരു PVC ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഡോർ അവിടെ നിന്ന് ചെയ്യത്തുള്ളൂ. രണ്ടിലും അതേപോലെ വരണം. ഇതിൽ ഹോളിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇറക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹോൾ വേണം. ഇതിൽ വരുന്ന വെച്ചാൽ മുള്ളാണിയാണ് വെക്കുന്നത് ഈ രണ്ടിലും. എന്നിട്ട് ഇതേപോലെ ടോപ്പിൽ വരുന്ന പോർഷന് നമ്മൾ ആ ഒരു ഡിസൈൻ പോലെ സെറ്റപ്പ് ചെയ്തെടുക്കുക. ബോട്ടമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിതിൽ ആണി ഇറക്കും. ഇതിൻ്റെ ഇതുപോലെ ഇവിടുന്ന് ആണി ഇങ്ങനെ ഇറക്കും. ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഡോറിൻ്റെ ഒരു ഫോട്ടോ ഇമേജ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതേപോലെ മുണ്ടാണ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതേപോലെ PVC ഇങ്ങനെ അടുക്കി ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 2 PVC ഇങ്ങനെ ചുറ്റിനും വെച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൂടെ മുണ്ടണി ഇറക്കി അതേപോലെ ഇതിലേ കൂടെ മുണ്ടണി ഇറക്കാനാണ്. ഇതേപോലെ വരും. ഇതുണ്ട്, ഇതിങ്ങനെ ഇതാണ് ഡോറിൽ ഫിക്സ് ചെയ്യുന്നത്. ഈ 2 എണ്ണം റൊട്ടേറ്റ് ആവും. എന്നിട്ട് ഇതിൽ ഒരു ആണി ഇറക്കിയിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അതായത് ടോപ്പിൽ ഒരെണ്ണം വരും. ടോപ്പിൽ അത് ഫിക്സ് ചെയ്യാനുള്ള ലൈറ്റ് സെറ്റപ്പ് ചെയ്യണം. ഇത് ഫിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. ഇതേപോലെയാണ് വരുന്നത്. ഉണ്ടോളൂ. രണ്ടും കറക്റ്റ് ലെവലായിരിക്കണം. രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട്. ഇത് കുറച്ച് ടൈറ്റാണ്, സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഡോർ ഫിക്സ് ആയിട്ടുണ്ട്. ശേഷം കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. കണ്ടോ ഡോറിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഇത് ഇങ്ങനെ മൂവ് ആവും. അതേപോലെ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു മറ്റേ പോർഷനാണെങ്കിൽ ഇങ്ങനെ പോകും. ഇവിടെ സെയിം രീതി തന്നെ ഇങ്ങനെ മൂവ് ആവും. അതേപോലെ ഇങ്ങനെ പോവുകയും ചെയ്യും. കൃത്യമായിട്ട് ഞാൻ കാണിക്കാം.
എന്നിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ടായിട്ട് അകത്തേക്ക് തള്ളിപ്പോവും. അപ്പോൾ ഗൈസ് കറക്റ്റായിട്ട് ഞാൻ കാണിക്കാം. ഡോറ് തുറക്കത്തെയും ഡോറിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും. ഇവിടെ ഒരു ഹാൻഡിൽ വില പറഞ്ഞു, എന്നാലേ കറക്റ്റ് ആകത്തുള്ളൂ. നമുക്ക് പിടിച്ച് തുറക്കാനും അടയ്ക്കാനും അപ്പോൾ ആകത്തുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നിന്ന് തിരിയും. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ്സാക്കി ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ചെറിയൊരു എന്താ പറയുക തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്ന് അങ്ങനെ പറയാം. പെട്ടെന്ന് ചെയ്യാൻ ഇതൊക്കെ തന്നെ ധാരാളം. എന്നിട്ട് അതേപോലെ തിരിച്ച് ക്ലോസ് ആവും. ഓക്കെ, ആ സൈഡിലെ ഡോറ് ഡ്രൈവർ ഡോറ് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് മുന്നോട്ട് കാണിക്കാം. ഇതുവരെ തന്നെ ഗൈസ്. അപ്പോൾ നമുക്ക് ബീഡിങ് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 PVC ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോക്കസ്. PVC കട്ട് ചെയ്ത ഒരു ഷേപ്പിലാക്കി എടുത്തതാണ് ഞാൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീലറച്ച് വെക്കാൻ വേണ്ടി ഇതേപോലെ ഒരു കാർഡ്ബോർഡ് വേണം. കട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഇതേപോലെ 2 വയർ, ശേഷം വയർ. ഗൈസ് നമുക്ക് വീലറച്ച് ഒട്ടിക്കാം. ബീഡിങ് ഒട്ടിക്കാം. ബീഡിങ് ഒട്ടിക്കാൻ വലിയ പാടൊന്നുമില്ല ഗൈസ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ ആ ഒരു ഗൈസ്. അപ്പോൾ കുറേ പേര് ചോദിച്ച കാര്യമാണ് ഈ വണ്ടിയുടെ മെഷർമെൻറ്റ്സ് തരുമോ എന്നുള്ളത്. ആദ്യം തന്നെ പറയട്ടെ ഗൈസ്, ഈ വണ്ടി ഒരു കൃത്യമായിട്ടുള്ളൊരു മെഷർമെൻറ്റ്സ് ഉള്ളൊരു വണ്ടിയല്ല. ഇത് ഫുള്ള് ഞാൻ സ്വന്തമായിട്ട് ഫോട്ടോകളൊക്കെ നോക്കി നിരീക്ഷിച്ച് എൻ്റേതായിട്ടുള്ളൊരു മെഷർമെൻറ്റ്സ് എന്ന് പറയാം. അല്ലാതെ ഈ ഒരു ഒറിജിനൽ ബസ്സിൻ്റെ മെഷർമെൻറ്റ്സോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സോ ഒന്നുമല്ല. ജസ്റ്റ് കാണുമ്പോൾ V6 വണ്ടി എന്ന് തോന്നുന്ന തരത്തിലുള്ള സെറ്റപ്പാണ് ഗൈസ്. അപ്പോൾ ഇവരുടെ ഫുള്ളായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഞാൻ ഇന്നത്തെ പറയുന്നതായിരിക്കും. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മെഷർമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ബമ്പർ ടു ബമ്പറാണ് പറയുന്നത്. ഏകദേശം 55.5 വരും. ഇതെൻ്റെ വണ്ടിയുടെയാണ്. വേറെ BS6 വണ്ടികൾ ഒറിജിനലൊക്കെ ഇതിലും ചെറുതൊക്കെ ആയിരിക്കും ചിലപ്പം. ഞാൻ ഫ്രണ്ട് കുറച്ച് കൂടുതൽ എത്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. നോർമലി BS6 വണ്ടികൾക്ക് പൊതുവേ ബാക്ക് ലെങ്ത് കുറച്ച് കുറവായിരിക്കും, ഈ ബാക്ക് ഓവർ ഹാങ് എന്ന് പറയുന്നത്. അതായത് ഫോട്ടോകൾ നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് നോക്കാറില്ല. നമ്മളത് ജസ്റ്റ് പണിയുക, നമുക്ക് ലുക്ക് മതിയല്ലോ. മെഷർമെൻറ്റ്സ് ഒക്കെ മാറി നിൽക്കട്ടെ. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ബോഡിയുടെ ലെങ്ത് എന്ന് പറയുമ്പം 54.3 ഒക്കെ വരും. 54.3 സംതിങ് വരും. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ബാക്കി സംഭവങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നത്. ബാക്കി സ്കെയിൽ എടുക്കട്ടെ. ഫസ്റ്റ് ഫ്രണ്ട് ഓവർ ഹാങ് ഞാൻ എടുക്കുന്ന മെയിൻ അളവുകളാണ് ആദ്യം എടുക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് വേണ്ട മെയിൻ അളവുകളാണിത്. ഫ്രണ്ട് ഓവർ ഹാങ് എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഏറ്റവും ഫ്രണ്ട് പോലെ എടുക്കണ്ടേ. നമ്മളിപ്പോൾ എടുക്കുന്നത് നമ്മളൊരു ഫോം ഷീറ്റിൻ്റെ സൈഡ് കട്ട് ചെയ്യുന്നത്. ഫോം ഷീറ്റിൻ്റെ അവിടെ തൊട്ട് വീലിൻ്റെ സെൻറ്റർ വരെ ഒരു 11 വരുന്നുണ്ട്. 11 വരും. ഇതിൻ്റെ അടിയൊന്നുമില്ല ഗൈസ്, 11 അതിന് ചേർത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ക്രിക്കറ്റുള്ളതെന്ന്. അപ്പോൾ വീൽ ബേസ് എന്ന് പറയുന്നത് 27. വീൽ ബേസ് എന്ന് പറയുമ്പോൾ അറിയായിരിക്കും, ചിലർക്കൊന്നും അറിയത്തില്ല. ഈ വീലിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ ടു റെയർ വീലിൻ്റെ സെൻറ്റർ വരെയുള്ള ആ ഒരു ടോട്ടൽ ലെങ്ത്. പിന്നെയെന്ന് വരുന്നത് ഇവിടം തൊട്ട് റെയർ വീലിൻ്റെ സെൻറ്റർ ടു റെയർ വരെ ബാക്ക് വരെ അവിടെ വരുമ്പോഴത്തെ 16.3 അത്രയൊക്കെ വരും. 16 ആ ഒരു സെറ്റപ്പിൽ വരും. പിന്നെയെന്ന് പറയുന്നത്
വീലാർസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6.32 6.25 അത്രയൊക്കെ വരും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് എടുക്കാൻ കുറച്ച് വിഷയമാണ്, ഇതിനകത്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 3.56 ഒക്കെ വരും. 6 വരും, 3.54 ആ ഒരു റേഞ്ചിൽ വരും. പിന്നെ പറഞ്ഞാൽ ഡോറ് ഫസ്റ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് എടുക്കാം. ബേസ് അപ്പോൾ അത് 2.9 ആണ്. അടുത്തതായിട്ട് 4.5. പിന്നെ ഇത് പറഞ്ഞല്ലോ, അത് പറഞ്ഞതാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് എന്താ ഉള്ളത്, ഇതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. എല്ലാം പറഞ്ഞു പോയേക്കാം ഗൈസ്. 20.6. പിന്നെ ഇവിടെ തൊട്ടായിട്ടും ബാക്കി വരെ ഏകദേശം 13. പിന്നെ നോക്കിയെടുക്കേണ്ട ഈ ഒരു ഷേപ്പ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ട എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഷേപ്പ് കണ്ടോ. ഇപ്പോൾ ഒരു ബസ്സിൻ്റെ ഒരു സൈഡ് ഫോട്ടോ എടുക്കുക, കൃത്യമായിട്ടുള്ള സൈഡ് ആയിരിക്കണം. എന്നിട്ട് വണ്ടിയിലല്ലോ ഫോണിൽ ടേപ്പ് ഒട്ടിക്കുക ഡയറക്റ്റ്. അപ്പം എന്നിട്ട് നമ്മുടെ ഈ ഒരു കവൾ കണ്ടോ, കവൾ ഹൈറ്റ് നമ്മൾ കറക്റ്റ് ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ 6 സെൻറ്റിമീറ്റർ ഞങ്ങളുടെ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഇതിനുള്ള ഹൈറ്റ് കിട്ടുമല്ലോ. ടോട്ടൽ ഹൈറ്റ് നമുക്ക് ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വലുതായതുകൊണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഷേപ്പ് മാത്രം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ട് ടേപ്പ് വെച്ച് വരച്ചെടുക്കുക, ഫോം ഷീറ്റ് ഒട്ടിക്കുക, അതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടും. വീലർസ് വിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വീലർസ് ഞാൻ വരയ്ക്കാറൊന്നുമില്ല, ഒരു ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങ് എടുത്തേ ഉള്ളൂ. എൻ്റെ പണി ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് തട്ടിക്കോട്ടല്ല, ഉണ്ടായിട്ടില്ല എന്തായാലും പറയുന്നത്, ജസ്റ്റ് എളുപ്പം പരിപാടി. ഇത് 1.56 വരും ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത്. പിന്നെ പിന്നെ നമുക്ക് ഈ ഒരു ഇതെല്ലാം ജസ്റ്റ് എന്താ പറയുക, ഞാൻ ഫോട്ടോകൾ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ വിൻഡോയുടെ അളവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അളവുകൾ എടുക്കാറില്ല. ഇപ്പോൾ നമ്മൾ ഫോട്ടോ നോക്കിയിട്ട് ഫസ്റ്റ് വരുന്നത് വീലാർച്ചിൻ്റെ ഇവിടെ ആയിട്ട് ഓക്കെ. പിന്നെ വരുന്നത് ഏകദേശം സെൻറ്ററിൻ്റെ ഇപ്പുറത്തായിട്ട് ഓക്കെ. പിന്നെ വരുന്നത് സെൻറ്ററിൻ്റെ അപ്പുറത്തായിട്ട് ഓക്കെ. പിന്നെ ഈ വീലാർച്ചിൻ്റെ ഇവിടെ, പിന്നെ ഇവിടുത്തെ സെൻറ്റർ, അങ്ങനെ ഞാൻ നോക്കാം. ഞാൻ ഈ ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ, ഈ ഒരു അറ്റത്ത് നിന്ന് ഡോറിൻ്റെ ഇവിടുന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ സെൻറ്റർ വരെ വരുമ്പോഴത്തേക്കിന് 6.3 വരും. അവിടെ നിന്ന് അടുത്ത് നോക്കുമ്പോഴത്തേക്കിന് 7.5, പിന്നെ 7.8, പിന്നെ വരുന്നത് 8, പിന്നെ വരുന്നത് 8.2, 8.2, പിന്നെ പറയുമ്പോഴത്തേക്കിന് 8.2 തന്നെ. പിന്നെ വരുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5, 3.7, 3.7, 2, പിന്നെ അതിൻ്റെ ബാലൻസ് വരുന്നത്. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 15.1 ടോട്ടൽ ഹൈറ്റ്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 15.1 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോം ഷീറ്റ് ഉണ്ട്. നമ്മൾ 2 ലെയറാണ് ടോപ്പിൽ വെക്കുന്നത്. ആദ്യത്തെ ലെയറാണ് 15.1 നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഈ ഒരു ലെയർ നമ്മൾ ഇതിൽ നിന്ന് കുറക്കണം, സൈഡ് വെട്ടുന്നതിൽ നിന്ന് കുറച്ചിട്ട് വേണം നമ്മളതെടുക്കാൻ. അപ്പോൾ കിട്ടുന്നതാണ് നമ്മളിവിടെ വെക്കേണ്ടത്, സൈഡ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ എന്നോട് പലരും ചോദിച്ചു ടോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്. അപ്പം ടോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ ഒട്ടിക്കുക, അതാണ് നമ്മുടെ ബേസ് ലെയർ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ അകത്ത് ചെയ്യുമ്പം അതിനത്ര കട്ട് ചെയ്തൊക്കെ ഇറക്കിക്കൊള്ളു. പിന്നെ പറയുന്നത് ഏറ്റവും ടോപ്പ് വരുന്ന ലെയറാണ്. ആ ലെയർ എന്ന് പറയുന്നത് ഇതുണ്ട്, ഇതിനകത്ത് കാണാൻ പറ്റും ഒരു കർവ് ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു കർവ് അങ്ങോട്ട്, ഇവിടെ നിന്നൊരു കർവ് ഇങ്ങോട്ട്, അത് അങ്ങനെ നിൽക്കണം അതിൻ്റെ ഒരു ഷേപ്പ്. എന്ന് വെച്ചാൽ മറ്റേ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന ഒരു ഡിസൈനിലുള്ള ഒരു ഷേപ്പാണ് വരുന്നത് ശരിക്കുള്ള ബസ്സിലൊക്കെ. അത് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിൽ ചിലവരുടെയൊക്കെ വണ്ടി ശ്രദ്ധിച്ചറിയാം, ടോപ്പ് ഒരുമാതിരി വള്ളം ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വരെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലും വണ്ടിക്ക് ഒരു തലയെടുപ്പും എന്താ ലുക്ക് എന്നൊക്കെ പറയുന്ന ആ സെറ്റപ്പ് വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെത്തി ഈ ഒരു അടിയിലത്തെ ലെയറിൻ്റെ ആ ഒരു ലെവലിൽ കൊണ്ടുവരണം. ഇതാണല്ലോ ചെത്തി ഇറക്കിയേക്കുന്നുണ്ട്. ടോപ്പിൽ നിന്നൊക്കെ അതിൻ്റെ ചെത്തിയിട്ട് ഈ അടിയിലത്തെ ലെയറിൻ്റെ അതിലിറക്കണം, നല്ല കൃത്യത വരുത്തുള്ളൂ. അപ്പോൾ അത്രേ ഒക്കെയുള്ള ഗൈസ്. ഫസ്റ്റ് പറയേണ്ട കാര്യങ്ങളായിരുന്നു വണ്ടിയുടെ വിഡ്ത്തൊക്കെ. വണ്ടിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 13 നമ്മളെല്ലാ വണ്ടിക്കും നമ്മൾ ചെയ്യുന്നത് 13. ഓട്ടോ വണ്ടിക്കെല്ലാം ചെയ്യുന്നത് 13 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലാറ്റ്ഫോമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് വെക്കുന്ന 3 mm ലെയറാണ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 mm നമ്മൾ കുറക്കണം. 3 mm എന്ന് പറയുന്നത് ഇപ്പോൾ 3 mm ഇല്ല, ഇതൊരു 2.5 mm ഒക്കെ ഉള്ളൂ ഈ ഒരു ഇത്. അപ്പോൾ ഒരു 5 mm ഇന്നത്തെ നമ്മൾ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 12.5 വരും നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12.5. ഇവിടെ ഈ അറ്റം തൊട്ടിട്ട് ഈ അറ്റം വരെ 12.5 എടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ. പിന്നെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ എടുത്ത അളവുകളാണ്, അതൊക്കെ ഞാൻ പറയണമെന്ന്. തെറ്റാണെങ്കിൽ ഏകദേശം 5.4 ഇത്രയും കണ്ട. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊക്കെ തെറ്റായിരിക്കും ചിലപ്പോൾ, എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ എടുക്കേണ്ട ഈ ഒരു ഇതാണ്. ഇത് പറയുമ്പോഴത്തേക്കിന് എഡ്ജ് ടു എഡ്ജാണ് പറയുന്നത് ഞാൻ.
12.1 ഒക്കെ വരും. 12.1 അത്ര അതാണ് നമ്മുടെ ആ ഒരു എന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്രണ്ട് കൗളിൻ്റെ വിടുത്തല്ലോ, ഈ ഫ്രണ്ട് കൗളിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ എടുക്കാറില്ല. മെഷർമെൻറ്റ്സ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത്, ഹൈറ്റ്. അതെന്ന് പറയുന്നത് നമ്മൾ ഫോണിൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫോണിലാണ് പരിപാടികളെല്ലാം ചെയ്യുന്നത്. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ പ്രിൻ്റ് എടുക്കുക. നമ്മൾ സാധാരണ പ്രിൻ്റ് എടുത്ത് ചെയ്യത്തില്ലേ ആൾക്കാർ, അവർ പ്രിൻ്റ് എടുക്കുന്നതിന് വരെ ഞാൻ പ്രിൻറ്റിങ് പൈസ ലാഭിക്കാനും പ്രിൻ്റ് എടുക്കാൻ പോകാൻ മടിയായതുകൊണ്ടും ഫോണിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതാണ് ഞാൻ 13 സെൻറ്റിമീറ്റർ എല്ലാം വണ്ടിക്ക് എടുക്കുന്നത്. അപ്പം എനിക്ക് കൃത്യമായിട്ടൊരു ഇതുണ്ടല്ലോ, സെറ്റപ്പ് ഞാൻ ആക്കി വെച്ചേക്കാം ഫോണിൽ. 13 സെൻറ്റിമീറ്ററിൽ കറക്റ്റായിട്ട് ആ ഒരു ടേപ്പ് ഒട്ടിച്ച് വരച്ചെടുക്കുക, ഫോം ഷീറ്റിൽ ഒട്ടിക്കുക. ഇത് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചാൽ ഉണ്ടോ, ഇതേപോലെ ഒട്ടിച്ചെടുക്കും, വരച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ഷേപ്പ് ആക്കും. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ അതാണ് സിമ്പിൾ മെത്തേഡ് എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ. പിന്നെ ഡോറിൻ്റെ സെറ്റപ്പിൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഡോറിൻ്റെ കാര്യം അത് ഗൈസ് നിങ്ങൾ ഫോട്ടോ നോക്കി ചെയ്യുക, എനിക്കതേ പറയാനുള്ളൂ. ഇവിടുത്തെ ഡോറെന്ന് പറയുന്നത് ഇങ്ങനെയല്ല വരുന്നത്, ഏകദേശം കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് വരുന്നത്. ഈ ഒരു ബീഡിങ്ങിൻ്റെ ലെവൽ അല്ലെങ്കിൽ ഈ ഒരു വീലർച്ചിൻ്റെ എൻഡ് ചെയ്യുന്ന ലെവലിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ഞാൻ ചെയ്തേക്കുന്നത് കയറ്റി ഈ ഒരു ബീഡിങ്ങിൻ്റെ ലെവലിലാണ് ചെയ്തേക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ലെവൽ ആയതുകൊണ്ട് ഞാൻ അത് ചെയ്തത്. കാരണം പിന്നെ അത് ഇറക്കിയിട്ട് അടിയിൽ കൂടെ പിന്നെ ഒരു ലെയർ കൊടുക്കുന്നത് ഭയങ്കര കഷ്ടം പിടിച്ച് റെഡിയാണ്, കഷ്ടമല്ല, സമയപരിപാടി. അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തു. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഒക്കെ ഹൈറ്റ് എത്ര. ഗ്ലാസിൻ്റെ ഹൈറ്റ് നമ്മൾ എടുക്കാറില്ല ഗൈസ്, നമ്മളങ്ങ് ചെയ്തു പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പല വണ്ടിക്കും പല ഹൈറ്റൊക്കെ ആയിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തപ്പം ഈ ഒരു ടോപ്പ് അടിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിവിടുന്ന് കട്ട് ചെയ്തിറക്കുന്ന ആ ഒരു ഇത് പല വണ്ടിക്കും പല രീതിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്തിരുന്നത്. ചിലപ്പോൾ കുറച്ച് കൂടുതൽ വരും, ചിലപ്പോൾ കുറച്ച് കുറവ് കൊടുക്കും. അപ്പോൾ പല ഷേപ്പിലായിരിക്കും ഇത് വരുന്നത്. പല ഷേപ്പിലല്ല, പല ലെങ്തിൽ, പല വിടുത്ത് സെയിം ആയിരിക്കും, പല ലെങ്തിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചും ചെയ്താൽ മാത്രം മതി. പിന്നെ വീലിൻ്റെ കാര്യം പറഞ്ഞില്ല ഗൈസ്. വീല് ജസ്റ്റ് ഇതുപോലെ മെഷർമെൻറ്റ്സൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ ഒരു ലുക്ക്, ഇത്രേ ഉള്ളൂ. ഇതൊന്നും കൃത്യമൊന്നുമല്ല ഗൈസ്. ഏകദേശം 5 ഉണ്ടെന്ന് തോന്നുന്നു, 5 പോയിൻറ്റ് സംതിങ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 5 എന്നൊക്കെ പറയാം, 5 പോയിൻറ്റ് സംതിങ് എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ആ ഒരു ലെങ്തിൽ നിന്ന് ഈ ഒരു ഫോം ഷീറ്റിൻ്റെ തിക്നെസ് കുറക്കണം. 3 mm കുറച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. എന്നിട്ട് അത് കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ചുറ്റിനും ഒരു ലെയർ നമ്മൾ ഒട്ടിക്കുമ്പോൾ കൃത്യമായിട്ട് ഷേപ്പായിരിക്കും. അപ്പോൾ ഇതിനകത്തെ ഇരിക്കുന്നു പറയുമ്പോഴത്തേക്കിന് 3 ഇത്രയൊക്കെ വരുന്നുണ്ട്, 3 സെൻറ്റിമീറ്ററൊക്കെ വരുന്നുണ്ട്. പിന്നെ ചേസിൻ്റെ നമ്മൾ കുറേ പേരുണ്ട് ചോദിക്കാറുണ്ട്. ചേസ് നമ്മൾ അളവ് എടുക്കാറില്ല ഗൈസ്, നമ്മൾ ജസ്റ്റ് അങ്ങ് ചെയ്തു പോവുക എന്നേ ഉള്ളൂ. ജസ്റ്റ് PVC വെച്ചേക്കുന്നതാണ് ഗൈസ്, ഈ ഒരു വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്ന് പറയുമ്പം പിന്നെന്താണ്, പിന്നെ ബാക്കിലോട്ട് വരുമ്പം ബാക്കിയൊക്കെ ജസ്റ്റ് ഒരു സെറ്റപ്പ്, പ്രത്യേകിച്ച് ഒരു വലിയ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല ഗൈസ്. നമ്മൾ ജസ്റ്റ് അങ്ങ് ചുമ്മാ ഒരു അളവൊക്കെ എടുത്തങ്ങ് പോവുക. ബാക്കി നമ്മൾ ഇത് എടുക്കുന്നത് അതുപോലെയാണ് ഗൈസ്, പ്രത്യേകിച്ച് വെട്ടം. ഈ ഒരു മെഷർമെൻറ്റ്സ്, ഈ ഒരു സംഭവത്തിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടോ, ആ ഒരു ഷേപ്പ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന 3 mm ആണെന്നുണ്ടെങ്കിൽ, തിക്നെസ്സിലുള്ള ഫോം ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്ത് അതിൻ്റെ തിക്നെസ് കുറക്കണം. ഏകദേശം 1 mm അത്രയൊക്കെ ആക്കണം. ആ ഒരു ഇത്രയും തിക്നെസ്സേ ഉള്ളൂ ഇതിന് വരുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഫ്ലാറ്റ് ആയിട്ടിരിക്കും. പക്ഷേ നമ്മൾ റെയർ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് അതിൻ്റെ ഒരു ബൾജിങ്ങും അതിൻ്റെ ഒരു എടുപ്പൊക്കെ നമുക്ക് മനസ്സിലാവും. അത് എനിക്ക് ആദ്യമൊക്കെ ഞാൻ ചെയ്തപ്പം ഭയങ്കര 3 mm ഞാൻ തിക്നെസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭയങ്കര വൃത്തികൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് നിങ്ങളത് ശ്രദ്ധിക്കുക. അതെനിക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ കർവുകളാണ് ഗൈസ്. ഈ ഒരു കർവ് ഉണ്ടോ, ആ ഒരു കർവ് ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ ഇത് ഞാൻ ഫോണിനകത്ത് ഇങ്ങനെ വരച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്, ടേപ്പ് ഒട്ടിച്ചിട്ട്. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ തൊട്ട് 8 ടോപ്പ് എന്ന് പറയുന്നത് 14.5. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ തൊട്ട് നമ്മുടെ ഡിക്കി വരെ 1.5. ഡിക്കിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 4.8. പിന്നെ റേറ്റോ ഇങ്ങോട്ടുള്ളതൊക്കെ പിന്നെ ഞാൻ മറ്റേ വരച്ചെടുക്കുന്നുണ്ട്, അതിൻ്റെ അളവ് നമുക്ക് എടുക്കേണ്ട കാര്യം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നിന്ന് വരെ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പിന്നെ ഇതും അതുപോലൊക്കെ വരച്ചെടുക്കുക. ഈ സ്റ്റൈലാകുമ്പോൾ ഞാനിങ്ങനെ വരച്ചെടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എളുപ്പപ്പെടി ഷേപ്പൊക്കെ വരച്ചെടുക്കാന്നുണ്ടെങ്കിൽ ടാസ്ക്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഒട്ടിച്ച് വരയ്ക്കുന്ന ലാഭമല്ല എളുപ്പം. ഇതും 4.8 ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഡിക്കിയുടെ ഹൈറ്റില്ലെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഒരു എന്താ പറയുക അളവുകൾ കാര്യങ്ങളെല്ലാം ഉള്ളത്. ബേസിക്കായിട്ട് അളവുകളൊക്കെ ഞാൻ പറഞ്ഞു തോന്നും. പിന്നെ ഈ പില്ലറിൻ്റെ ഈ ഒരു വിടുത്ത് നിങ്ങൾ അങ്ങനെ എടുക്കുകയും ചെയ്യില്ല. ഇപ്പം ഞാൻ എടുക്കുന്ന വിടുത്തെന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് എടുക്കുക. ഇപ്പം നമ്മൾ ഈ സ്കെയിൽ വെച്ച് വരയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ സ്കെയിലിൻ്റെ ഈ ഒരു ഉണ്ടോ, ഈ ഒരു മഴ വരുന്നത് അത്രയൊക്കെ വെച്ച് ഞാനങ്ങ് എടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വരച്ച് കൊടുത്തേ ഉള്ളൂ. അത് കൃത്യമായിട്ട് സെൻറ്റിമീറ്റർ എടുക്കാൻ നിൽക്കത്തില്ല. പിന്നെ ഇതുപോലെ നിങ്ങളൊരു ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഗുണമായിരിക്കും. എന്തുപോലെ ഒരു പില്ലറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുപോലെ ചിലവർ 2 ഫോം ഷീറ്റ് ഇങ്ങനെ ഒട്ടിക്കും. ഞാൻ 3 mm യൂസ് ചെയ്യുന്നത് 3 mm വലിയ കട്ട് ചെയ്യില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ശ്രദ്ധിക്കണ്ട കേട്ടോ. ഇങ്ങനെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒട്ടേക്കാം. പ്രൈവറ്റ് ബസ്സല്ല, കുറച്ച് ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്ന വൃത്തിയായിട്ട് നിങ്ങൾ തോന്നില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സീറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല ആരും. അത് നമുക്കൊരു സീനായിട്ട് വരുന്നില്ല.
അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു തവണ ചെയ്തപ്പോൾ എൻ്റെ ഒരു വണ്ടി ഇരുത്തിപ്പോയിട്ടുണ്ട്, മണ്ട ഇങ്ങനെ ഇരുത്തിപ്പോയി. ഞാൻ അത് വെയിലത്ത് ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വെച്ചത്, വെള്ളം ഉണക്കാൻ വേണ്ടി വെച്ചത് സാൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്ന് പോയിട്ട് അതിൻ്റെ ഈ ഒരു ഫോം ഷീറ്റ് എല്ലാം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോയി. അപ്പം ഒരു വള്ളം ഷേപ്പിനായി പോയി മണ്ട. അപ്പം ഞാൻ പിന്നെ അത് തീ കത്തിച്ച് റെഡിയാക്കി എടുത്തായിരുന്നു. വണ്ടി ഇങ്ങനെ തൂക്കിയിട്ട് അടിയിൽ നിന്നും പിടിച്ച് താഴ്ത്ത് കെട്ടി വണ്ടി വലിച്ച് നീട്ടി ഒരുമാതിരി ഇങ്ങനെ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് ഞാൻ PVC ഒക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ വേഗ ബസ്സിൽ BMR വേഗ ചെയ്തപ്പം. അപ്പം അതേപോലെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറേ ഗൈസൊക്കെ കൂടുതൽ ചോദിച്ച കാര്യമാണ് BS6-ൻ്റെ അളവ് തരുമോ ബ്രോ. ഞാൻ പറഞ്ഞു ഇടാം ബ്രോ. ഗൈസ് പിന്നെ ഒരു കാര്യം, എൻ്റെ ഒരു ക്യാപ് കട്ടിന് ചെറിയൊരു ഇഷ്യൂ വന്നു. അപ്പോൾ അതാണ് ചിലപ്പോൾ ഞാൻ നാളെ ഇടുമെന്ന് പറഞ്ഞിട്ട് നാളെ വീഡിയോ വരാതെ മറ്റന്നാൾ വീഡിയോ വരുന്നത്. അതൊന്നെങ്കിൽ ചിലപ്പോൾ ലോഡാവാൻ ചിലപ്പോൾ താമസം എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ലോഡായി കഴിഞ്ഞ് പിന്നെ എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആവുന്നുണ്ട് ഫോണിൽ ഈയിടെയായിട്ട്. അപ്പം ഫോണ് അതുകൊണ്ട് കുറച്ച് സീനാണ്. വൈഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോണിലെ നെറ്റ് തന്നെ, ഈ ഫോണാണ് ഇപ്പോൾ വന്ന് സീനാവുന്നുണ്ട്, നെറ്റ്വർക്ക് മാത്രം. അപ്പോൾ നമുക്ക് അപ്ലോഡാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ആവത്തില്ല. നമ്മൾ പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലേ നെറ്റ്വർക്ക് സെറ്റ് ആകത്തുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇത് കണ്ടു, ഇതാണ് വണ്ടിയുടെ ലോങ്ങിൽ നോക്കുമ്പോൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കണ്ടോ ഒരു ജസ്റ്റ് ലുക്കല്ല, അവർ വണ്ടിയുടെ ലുക്ക് കിട്ടിയാൽ മതി നമുക്ക് മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യം. ഞാൻ മെഷർമെൻറ്റ്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളാണ്. നിങ്ങൾ മെഷർമെൻറ്റ്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു മെഷർമെൻറ്റ്സ് വേണം. അതാണ് മെഷർമെൻറ്റ്സ് ചെയ്യുമ്പോഴൊരു കുഴപ്പം. നമ്മളിപ്പോൾ നോക്കി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുക, ഇതിങ്ങനെയൊക്കെ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഷേപ്പിൽ വരച്ചെടുക്കുക, അതുപോലെ ചെയ്യുക. മെഷർമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വളഞ്ഞു പോകുന്ന ആ ഒരു എഡ്ജിലെ മെഷർമെൻറ്റ്സ് ഏതാ, ആ എഡ്ജ് വന്ന് നിൽക്കുന്ന മെഷർമെൻറ്റ്സ് ഏതാ, അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പറ്റത്തുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പം അതൊക്കെ എനിക്കും ടഫായിരുന്നു. ഞാൻ പിന്നെ ചെയ്താണ് ഇത്രയും ലെവലിലായത്. കുറേ ചെയ്യുമ്പോൾ ഒരു ലെവലിലാവുമല്ലോ, അങ്ങനെ തന്നെ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ടോപ്പിലായിരുന്നു നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടോ, കണ്ടോ ടോപ്പിൽ വരുന്ന ഒരു കർവ് കണ്ടോ, എഡ്ജ് ടു എഡ്ജിലോട്ടുള്ളൊരു കർവ് കണ്ടോ. അങ്ങനെ കർവ് വന്നാലേ ആ ഒരു തലയെടുപ്പ് വരത്തുള്ളൂ വണ്ടിക്ക്. അപ്പോൾ ദൂരെ നോക്കുമ്പോഴായാലും വണ്ടിയുടെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് അതിലാണ് നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സെറ്റാണ് വണ്ടി.